السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. أما بعد. സുക്കൂൻ നൽകപ്പെട്ട ലാമുകളെ കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അതിൽ ആകെ 5 സാക്കിനായ ലാമുകൾ: ലാമു താരീഫ്, ലാമുൽ ഇസ്ം, ലാമുൽ ഫിഅൽ, ലാമുൽ ഹർഫ്, അതുപോലെ ലാമുൽ അമർ, ഇങ്ങനെയുള്ള ലാമുകളെ കുറിച്ചൊക്കെ നാം പഠിച്ചു വരികയാണ്. അതിൽ ലാമു താരീഫ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ലാമു താരീഫിൻ്റെ രണ്ടവസ്ഥകൾ ഇൽഹാർ ഖമരി, ഇദ്ഗാം ഷംസി എന്നിങ്ങനെ അതിന് നൽകപ്പെടുന്ന വിധികൾ. അതുപോലെ ലാമുൽ ഫിഅലും നാം അറിയുകയുണ്ടായി. മാദി, മുദാരി, അമ്ര ഇവയിലൊക്കെ വരാവുന്ന സാക്കിനായ ലാമുകൾ. അതിനുശേഷം ലാമോ റാഓ വന്നാൽ ഇദ്ഗാം ചെയ്യണം എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. ഇനി ലാമുൽ ഹർഫാണ്. ഹർഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവ്യയം, മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ വ്യാകരണപരമായ ഹർഫ്. വ്യാകരണശാസ്ത്രത്തിൽ വിശദീകരിക്കുന്ന പറയപ്പെടുന്ന ഹർഫാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ പൂർണ്ണമായ അർത്ഥം ലഭിക്കാത്ത മറ്റൊരു ഇസ്മിൻ്റെയോ ഫിഅലിൻ്റെയോ കൂടെ ചേർന്നാൽ അർത്ഥം ലഭിക്കുന്ന അൻ, ഇൻ, മൻ, മിൻ, അല, ഫി, ഇല, ഹൽ, ബൽ പോലെയുള്ള. ഇതിൽ ഈ ഹർഫ് എന്ന് പറഞ്ഞാൽ എല്ലാ ഹർഫിലും സാക്കിന ലാം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഹൽ, ബൽ എന്നീ 2 ഹർഫുകളെ കുറിച്ച് മാത്രമാണ്. സാക്കിന ഹർഫുകൾ വരുന്നത് ഹൽ, ബൽ എന്നീ 2 ഹർഫുകളിലാണ്. അപ്പോൾ ഖുർആനിൽ വന്നിട്ടുള്ളത് ഒന്നാമതായി ബൽ എന്നതിൻ്റെ അവസ്ഥ നോക്കാം. ബൽ എന്നതിന് അടിസ്ഥാനമായി അതിനെ ഇൽഹാർ ചെയ്യണം എന്നത് തന്നെയാണ് നിയമം. അടിസ്ഥാനമായി അതിനെ ഇൽഹാർ ചെയ്യണം. അതിനുശേഷം ലാമോ റാഓ വന്നാൽ അവിടെ ഇദ്ഗാം ചെയ്യണം. ഉദാഹരണമായി ബല്ലമ്മ, അതുപോലെ റാ വന്ന ബർറഫഅഹുല്ലാഹ്, ഇങ്ങനെ ശേഷം ലാമോ റാഓ വന്ന ഇദ്ഗാം ചെയ്യണം. അല്ലാത്തപ്പോഴൊക്കെയും ഇൽഹാർ ചെയ്യണം. അതുപോലെ ബൽ ഹും ഫീ ഷക്കിൻ, അവിടെ ഇൽഹാറാണ്, അതാണ് ധാരാളം ഉണ്ടാവുക. എന്നാൽ ലാമോ റാഓ വന്ന ഇദ്ഗാം ചെയ്യണം. ഇതിൽ നിന്നും ഒഴിവാകുന്ന ഒരു വചനമാണ് സൂറത്തുൽ മുത്തഫിഫീൻ 14 കല്ല ബൽ റാന. അവിടെ സക്ത ചെയ്തുകൊണ്ട് ശബ്ദം മുറിച്ച് ശ്വാസം മുറിക്കാതെ ഓതണം. ബൽ റാന. ഇനി ഹൽ എന്നതിൻ്റെ അവസ്ഥയോ, അതിനും ഇതിനാണ് അവസ്ഥ. പക്ഷേ ഹലിന് ശേഷം റാ വന്നതിനുള്ള ഉദാഹരണമില്ല ഖുർആനിൽ എവിടെയും. ഹലിന് ശേഷം ലാം വന്ന ഇദ്ഗാം ചെയ്യണം. ഹല്ലക്കും ഫഖുൽ ഹല്ലക ഇല അൻ തസക്ക, ഇവിടൊക്കെ ഇദ്ഗാം ചെയ്ത് ഓതണം. അല്ലാത്തപ്പോഴൊക്കെയും ഇൽഹാർ ചെയ്യണം. ഹൽ അതാക, ഹൽ അതാ അലൽ ഇൻസാൻ, ഹൽ തറബ്ബസൂൻ, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, ഹൽ യസ്തവി. ഇങ്ങനെ ഹലിന് ശേഷം ഇഷ്ടം പോലെ മറ്റക്ഷരങ്ങൾ വന്ന ഉദാഹരണങ്ങളുണ്ട്. ലാമ് വന്നാൽ മാത്രം ഇദ്ഗാം ചെയ്യണം. ഹല്ലക്കും ഫഖുൽ ഹല്ലക പോലെ. ഇതാണ് ലാമുൽ ഹർഫുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ലാമുൽ ഹർഫ് എന്നാൽ ഹൽ, ബൽ എന്ന 2 ഹർഫുകളിലുള്ള സാക്കിനായ ലാം, അതിൻ്റെ നിയമമാണ് നാം മനസ്സിലാക്കി കഴിഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.